محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ലോകത്തിലേക്ക് കടന്നു വന്ന കോടിക്കണക്കിന് പ്രവാചകന്മാർ അവർക്ക് മാത്രമായി കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് 10 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തത് വഹി, ദിവ്യ സന്ദേശം എന്നുള്ളതാണ്. അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശറഈയായ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് വഹി എന്ന് പറയുന്നത്. ശറഈയായ അറിയിപ്പുകൾ അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാർക്ക് മാത്രമേ ഉണ്ടാകൂ. ഇത് പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതാവിന് നാം വഹി നൽകിയെന്നും തേനീച്ചക്ക് നാം വഹി നൽകിയെന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വഹി എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത് തോന്നിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന വഹി എന്ന ഉദ്ദേശമല്ല അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
പ്രവാചകന്മാരല്ലാത്ത ആരെങ്കിലും തനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലാഹുവിങ്കൽ നിന്ന് ഭയാനകരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ സൂറത്തിലെ 93-ാമത്തെ വചനത്തിന്റെ ആരംഭത്തിൽ അല്ലാഹു ചോദിക്കുന്നത് വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത് മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ഷൈഉൻ, അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നബിയാണെന്നും എനിക്ക് വഹി കിട്ടുന്നുണ്ടെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ വാദിക്കുന്ന ആളുകൾ കള്ളന്മാരായിട്ടുള്ള പ്രവാചകന്മാർ പിൽക്കാലത്ത് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, പ്രവാചകൻ തന്നിഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല, മറിച്ച് വഹിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കലും പ്രവർത്തിക്കലുമെല്ലാം അത് നബിമാരാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് വാദിക്കുകയാണ് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ തനിക്ക് പ്രവാചകത്വമുണ്ട് എന്നും അങ്ങനെ വാദിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബിമാരല്ലാതെ താൻ നബിയാണ് എന്ന് മറ്റൊരാളെ കുറിച്ച് ആരെങ്കിലും വിശ്വസിക്കുകയാണ് എങ്കിൽ അയാൾക്ക് പ്രവാചകത്വത്തിന്റെ പദവിയാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സത്യനിഷേധത്തിലാണ് എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രവാചകന്മാർക്ക് വഹി നൽകുന്നത് ഉണർച്ചയിൽ മാത്രമല്ല, മറിച്ച് ഉറക്കത്തിൽ സ്വപ്നത്തിലും അല്ലാഹു വഹി നൽകും. സത്യസന്ധമായിക്കൊണ്ട് അവർ കാണുന്ന സ്വപ്നങ്ങൾ മുഴുവനും സത്യസന്ധമായിക്കൊണ്ട് പുലരുന്നതാണ് എന്നുള്ളതാണ്. നബിമാർക്ക് സ്വപ്നത്തിലൂടെ വഹി നൽകിയതിനുള്ള ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും നടന്ന സംസാരമെന്നുള്ളത് ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം താൻ കണ്ട സ്വപ്നം അതേപടി പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. കാരണം അത് വഹിയാണ്. അത് വഹിയായതുകൊണ്ടാണ് അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാരല്ലാത്ത ആളുകളുടെ സ്വപ്നം അത് നടപ്പിൽ വരുത്താൻ ഒരാളും തന്നെ തുനിയരുത്. കാരണം പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നത്തിൽ പൈശാചികതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാരെയും മറ്റ് സമീപിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന പൈശാചികമായിട്ടുള്ള ബോധനത്താൽ മക്കളെ കൊല്ലുന്ന മറ്റ് ചെയ്ത വാർത്തകൾ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ ഖുർആനിന്റെ സംഭവങ്ങളിലേക്ക് കോട്ടിമാറ്റി
അതിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾക്കുള്ള പ്രമാണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചില ആളുകൾ വാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകന്മാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് വഹീ ലഭിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉറക്കത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നാം ഉറങ്ങുമ്പോൾ ഉണർച്ചയിൽ ആലോചിക്കുന്നത് പോലെ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല, ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, വുദൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നാം എണ്ണിപ്പടിച്ച ഒരു കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് സ്വബോധമില്ലാത്ത ഉറക്കമെന്ന് പറയുന്നത്. ഉറങ്ങിയാൽ നമ്മുടെ ബോധം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നാൽ പ്രവാചകന്മാർ, നബിമാർ, അവരുടെ ഉറക്കമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ അല്ല. അവരുടെ കണ്ണ് ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങാത്ത അവസ്ഥയിലായിരിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് ഇപ്രകാരം വായിച്ചെടുക്കാൻ സാധിക്കും. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ നായിമതൻ ഐനാഹു ഫലാ യനാമു ഖൽബഹു കദാലികൽ അംബിയാഉ തനാമു അഅ്യുനുഹും വലാ തനാമു ഖുലൂബഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങുകയും ഹൃദയങ്ങൾ ഉറങ്ങാതിരിക്കുകയും ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സുബോധങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ഉറക്കം അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇത് വിശദീകരിച്ചിട്ടുള്ളത് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. ഹദീസിൽ ഇമാം ബുഖാരിയിലെ 3570 വചനമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രവാചകൻ തന്നെ പ്രവാചകന്റെ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇന്നൽ ഐനയ്യ തനാമാനി വലാ തനാമു ഖൽബി. എൻ്റെ കണ്ണ് ഉറങ്ങും, എൻ്റെ ഹൃദയം ഉറങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ് അല്ല, എല്ലാ പ്രവാചകന്മാർക്കുമുള്ള പ്രത്യേകതയായി കൊണ്ടാണ് ഹദീസിൽ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. മൂന്നാമത്തത് മരണസമയം തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു അവന്റെ സൃഷ്ടികൾക്കെല്ലാം ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ ആ അവധി എത്തിയാൽ അവൻ മരിക്കുമെന്നുള്ളതാണ്. ആ മരണം എപ്പോഴാണ്, എവിടെ വെച്ചുകൊണ്ടാണ് എന്നുള്ളത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നിശ്ചയിക്കപ്പെട്ട സമയമെത്തിയാൽ ആ മരണം വന്നെത്തിയാൽ അനുവാദങ്ങൾ ചോദിക്കാതെ, നമ്മളോട് പറയാതെ, കാരണങ്ങളില്ലാതെ അല്ലാഹുവിന്റെ അലംഘനീയമായിട്ടുള്ള വിധിക്ക് നമ്മൾ കീഴൊതുങ്ങേണ്ടി വരും. എന്നാൽ പ്രവാചകന്മാർക്ക് അല്ലാഹു മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതെന്താണ് ആ പ്രത്യേകത? മരണസമയത്ത് അവരോട് ചോദിക്കും, അവർക്ക് അന്നേരം ഇപ്പോൾ മരിക്കണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുൻതു അസ്മഉ അന്നഹു ലം യമൂതു നബിയൻ ഹത്താ യുഹയ്യറ ബൈന ദുനിയ വൽ ആഖിറ. ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഐഹിക ലോകവും പാരത്രിക ലോകവും തെരഞ്ഞെടുക്കാൻ അവസരം നൽകപ്പെടാത്ത ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്താണ് പറയുന്നത്? അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട രോഗത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ശബ്ദത്തിന്റെ ഒരു പരിവരിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് ആ പ്രവാചകന്റെ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ വാക്കിങ്ങനെയാണ്: മഅല്ലദീന
അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, അതുപോലെ തന്നെ സത്യസന്ധന്മാർ, സിദ്ദീഖുകളിൽ, രക്തസാക്ഷികളിൽ, സജ്ജനങ്ങളിൽ എന്നോടൊപ്പം നീ ചേർക്കണമേ. അവർ എത്ര നല്ല കൂട്ടുകാർ. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാർ. ഈ വാക്ക് പ്രവാചകന്റെ അവസാന നിമിഷങ്ങളിൽ അങ്ങനെ ഇതാ പരിപരുക്കനായി കൊണ്ടുള്ള ശബ്ദത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ധരിച്ചു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ അതാണ്. നാലാമത്തത് എന്താണ്? നാലാമത്തത് പ്രവാചകന്മാർ മരണപ്പെട്ട സ്ഥലത്ത് തന്നെ അവരെ ഖബറടക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രവാചകന്റെ മരണം സംഭവിച്ച സമയത്ത് പ്രവാചകന്റെ ഖബർ എവിടെയാകണമെന്നതിൽ സ്വഹാബിമാർക്കിടയിൽ തർക്കമുണ്ടായി എന്നുള്ളതാണ്. ആ തർക്കം എങ്ങനെയാണ് പരിഹരിച്ചിട്ടുള്ളത്? ആ തർക്കം പരിഹരിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണോ പ്രവാചകന്മാർ മരണപ്പെടുന്നത് അവിടെ തന്നെ അവരെ മറവ് ചെയ്യണമെന്നുള്ള നബിവചനം അവിടെ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ എല്ലാ സ്വഹാബത്തും അത് യോജിക്കുകയും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മയ്യത്ത് അവിടെ മറവ് ചെയ്തിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹുവിന്റെ ഹുജറയിൽ, മുറിയിലാണ് മറവ് ചെയ്തിട്ടുള്ളത് എന്ന് പ്രവാചകന്റെ ചരിത്രങ്ങളും പ്രവാചകന്റെ ഹദീസുകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആർക്കും കാണാത്ത വിധത്തിൽ ശക്തമായ മതിൽ കെട്ടുകൾക്കുള്ളിൽ വരാനുള്ള കാരണം എന്താണ്? ഹദീസുകളിൽ അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫീ മറളില്ലദീ ലം യഖും മിൻഹു, മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട രോഗത്തിലായിരിക്കെ അവിടെ നിന്ന് പറയുകയുണ്ടായി. എന്താണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂതന്മാരെയും നസ്രാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താണ് അവരെ ശപിക്കാനുള്ള കാരണം? അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധന സ്ഥലമാക്കി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലൗലാ ദാക അബ്റസ ഖബറഹു ഗൈറ അന്നഹു ഖുശിയ അൻ യത്തഖിദ മസ്ജിദാ. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്നുകൊണ്ട് പറയുകയാണ്, അതില്ലായിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതാ അവിടുത്തെ ഖബർ വെളിവാക്കപ്പെടുമായിരുന്നു. അതുകൂടാതെ ഖബറുകൾ ആരാധന സ്ഥലമാക്കുന്നതിനെ അവിടുന്ന് പ്രവാചകൻ ഭയപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ജൂതന്മാരെയും നസ്രാക്കളെയും ശപിക്കാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ശറഹ് മുസ്ലിമിലെ ചില വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പ്രവാചകന്റെ പച്ചക്കുബ്ബ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആഘോഷിക്കുന്ന ആളുകൾ, അതിന്റെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഏതൊക്കെയോ മൂലയിൽ ഇരുന്നുകൊണ്ട്
ഉംറക്ക് പോകുന്ന ആളുകൾ, ആ പ്രവാചകനോട് നേരിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അത് ഫോട്ടോ എടുത്തുകൊണ്ട് മദീനത്തും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്ന, വാദങ്ങൾ ഉദ്ധരിക്കുന്ന, ഞങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് പറയുന്ന അത്തരം ആളുകൾ അറിയേണ്ട, അല്ലെങ്കിൽ അത്തരം ക്ലിപ്പുകൾ ഇടുന്ന മനുഷ്യന്മാരെ തെറ്റിക്കുന്ന, അവരെ പല രൂപത്തിൽ അഭിപ്രായ ഭിന്നതയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ അറിയേണ്ട ഇത്തരം വിശദീകരണങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്കൊക്കെ പോണ ആളുകൾ ചില ആളുകൾ കൊണ്ടുപോകുന്ന ആൾക്കാർ പ്രവാചകന്റെ ഖബറിന്റെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരിക്കലും തന്നെ കൈ ഉയർത്താൻ പറ്റില്ല. ഉയർത്തിയാൽ ഉറപ്പാണ് നിയമപാലകർ അവിടെ നിന്നൊക്കെ അടിച്ചു പുറത്താക്കും. പ്രവാചകന്റെ ഖബർ നമുക്കവിടെ കാണാനൊന്നും കഴിയില്ല 3 ഹോൾസുകൾ മാത്രമാണ് കാണാൻ കഴിയുക. അതിലൂടെ നമുക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം, സലാം പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ പോകാം. എന്നാൽ ഇതിൻ്റെ പുറത്ത് ഏതൊക്കെയോ മൂലക്കയിൽ ഇരുന്നിട്ട് എന്താക്കും, ഒരു മുസ്ലിയാർ ഇങ്ങനെ ഓതും, അതിന് കുറേ ആൾക്കാരെന്താക്കും, ആമീൻ ചെല്ലും. അത് ക്ലിപ്പാക്കി പുറത്തേക്കെടുത്ത് അവിടെ മൗലിദ് കഴിക്കുന്നുണ്ട്, അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലിപ്പുകൾ ഇടുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറും മറ്റുള്ളവരുടെ ഖബറും ആരാധന സ്ഥലമാക്കുന്നതിനെയാണ് പ്രവാചകൻ എന്താക്കിയത്, വിലക്കിയത്. കാരണം പ്രവാചകന്റെ ഖബർ മാത്രമല്ല, തൊട്ടടുത്ത് ആരുതുണ്ട്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഉണ്ട്. ഇതൊക്കെ ആരാധന സ്ഥലമാക്കുന്നതിനെയാണ് പ്രവാചകൻ എന്താക്കിയത്, വിലക്കിയത്. അതിനോടുള്ള ആദരവ്, ആ ഖബറിനോടുള്ള ആദരവ് എന്താക്കുക, അമിതമാക്കും. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒന്നാണത്. മക്ബറകളിലേക്ക് പോയിക്കൊണ്ട് ആളുകൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. അത് ആരാധനയിലേക്ക് എത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശറഹ് മുസ്ലിമിൽ പറഞ്ഞ വിശദീകരണം ഇങ്ങനെയാണ്: ആദരവ് അമിതമാകും, ആളുകൾ എന്താക്കും, കുഴപ്പത്തിലാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്, ഭയപ്പെട്ടപ്പോഴാണ് ചില സമുദായത്തിലെ ചില ആളുകൾ അങ്ങനെ കുഫറിലേക്ക്, അങ്ങനെ ആരാധന സ്ഥലങ്ങളിലേക്ക് പോയത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ അധികരിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വിപുലീകരണത്തിന് വേണ്ടിയിട്ട് സ്വഹാബാക്കളും താബിയുകളും എന്തായി, അവിടുത്തെ വിശ്വാസികളുടെ ഉമ്മമാരുടെ വീടുകളും അതിൽ ഉൾപ്പെടുന്ന മസ്ജിദുൻ നബവി ഉൾപ്പെടെയുള്ളതെല്ലാം വിപുലീകരിച്ചുകൊണ്ട് നീട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിപുലീകരിച്ച് നീട്ടിയപ്പോൾ എന്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കിടക്കുന്ന ആയിഷ റളിയല്ലാഹുവിന്റെ മുറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ എന്നിവരുടെ മറവ് ചെയ്ത സ്ഥലവും അതിൽപ്പെട്ടതാണ്. അത് പള്ളിയിൽ പ്രകടമാകാതിരിക്കാനും പൊതുജനങ്ങൾ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി, ജാഗ്രത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന മതിലുകൾ കെട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. വടക്ക് വശത്തുള്ള 2 മൂലയിൽ നിന്ന് 2 ചുമരുകൾ അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? പ്രവാചകന്റെ ആ ഹദീസിലുള്ള വാചകങ്ങളെ അനുവർത്തമാക്കിക്കൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ വെച്ചാൽ, നമ്മളെ ഖബർസ്ഥാനുകളൊക്കെ നടക്കുന്ന ഉള്ള പള്ളികളിലൊക്കെ എന്ത് വേണം, അതിനൊരു ചുറ്റുമതിലുണ്ടാകണം. ഖബറുള്ള പള്ളികളിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കരിക്കാൻ പാടില്ല. ഖബറുള്ള പള്ളികളിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കരിക്കാൻ പാടില്ല. അവിടെ ഒരു മറയുണ്ടാകണം, ചുറ്റുമതിലുണ്ടാകണം എന്നുള്ളതാണ്. അതാണ് സ്വഹാബാക്കൾ ഇവിടെ തീർത്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള അതിൻ്റെ ഭിത്തികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്: അതില്ലായിരുന്നെങ്കിൽ പ്രവാചകന്റെ ഖബറിനെ വെളിവാക്കുമായിരുന്നു എന്ന്.
അതിനേക്കാളും അപ്പുറത്ത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലേ, അതിനെ ഭയന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ വെളിവാക്കാതിരുന്നിട്ടുള്ളത്. ഇന്ന് തന്നെ ആളുകൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ. അപ്പോൾ നാലാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എവിടെയാണോ പ്രവാചകന്മാർ മരണപ്പെട്ടിട്ടുള്ളത് അവിടെ അവിടെ മറവ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, പ്രവാചകന്മാരുടെ ശരീരം മണ്ണൊരിക്കലും എന്താക്കൂല, തിന്നുകയില്ല എന്നുള്ളത്. ആറാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ, ഖബറുകളിൽ ജീവിക്കുന്നു ആര്? പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ അംബിയാതു സ്വലാത്തുല്ലാഹി അലൈഹി അൽ അഹ്യാഹു ഫീ ഖുബൂരിഹിം യുസല്ലൂന. പ്രവാചകന്മാർ അവരുടെ ഖബറുകളിൽ ജീവിക്കുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഈ ജീവിതം അഥവാ അവരുടെ ആ ജീവിതം ഒരിക്കലും ഭൗതികമായിട്ടുള്ള ജീവിതമല്ല, മറിച്ച് അല്ലേ ഖബർ ജീവിതമാണ്. ദുനിയാവിലെ ജീവിതത്തെ പോലെയുള്ള ജീവിതം ഖബറിലുണ്ട് എന്നല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അവരുടെ ജീവിതം ബർസഖിയായിട്ടുള്ള ജീവിതമാണ്. ഈ ലോകവുമായി കൊണ്ടൊരു ബന്ധവും അവർക്കുണ്ടാവുകയില്ല. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ചില ഗൗരവപ്പെട്ട വാചകങ്ങളുണ്ട്. ഫഅലം, നീ അറിയണം. അദ്ദേഹം അവിടെ തുടങ്ങി വെച്ചത് അങ്ങനെയാണ്, നീ അറിയണം. എന്താണ് അറിയേണ്ടത്? പ്രവാചകന്മാർക്കുണ്ടെന്ന് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് ജീവിതം നിശ്ചയമായും അതെന്താണ്? ബർസഖിയായിട്ടുള്ള ജീവിതമാകുന്നു. എന്നിട്ട് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ഐഹിക ജീവിതത്തിലെ ഒന്നുമില്ല. ഐഹിക ജീവിതത്തിൽ എന്തൊക്കെ പ്രവാചകന്മാർ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടോ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല, ബർസഖിയായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതിനാൽ നമുക്കിടയിൽ അറിയപ്പെട്ട യാതൊന്നുകൊണ്ടും സാദൃശ്യപ്പെടുത്താതെ എങ്ങനെയാണ് എന്ന് ഉദാഹരണങ്ങൾ പറയാതെ എന്താണോ ഹദീസിൽ വന്നിട്ടുള്ളത് അത് അതുപോലെ വിശ്വസിക്കണമെന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അല്ലാതെ പ്രവാചകന്മാർ ഖബറുകളിൽ തിന്നുകയാണ്, കുടിക്കുകയാണ്, അവിടുത്തെ ഭാര്യമാരുമായി കൊണ്ട് ഇണചേരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ ഖബർ ജീവിതത്തെ സാക്ഷാൽ ഐഹികമായിട്ടുള്ള ജീവിതം പോലെയാണ് എന്ന് പറയുന്ന ബിദഈകളെ പോലെ അതിന് പ്രത്യേകമായിട്ടുള്ള ഖിയാസ് ഉണ്ടാക്കി, അഭിപ്രായങ്ങൾ ഉണ്ടാക്കി, ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാതെ ഹദീസിൽ എന്തു പറഞ്ഞു അതതുപോലെ സമിഅന വ അതഅന എന്ന് ഉൾക്കൊള്ളണമെന്നുള്ളതാണ് നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. സഹോദരന്മാരെ, ഇത് ബർസഖിയായിട്ടുള്ള ജീവിതമാണ്. പ്രവാചകന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഖബർ ജീവിതം അത് ബർസഖിയായ ജീവിതമാണ്. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. അതാണ് ആറാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏഴാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഓരോ നബിക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ പ്രവാചകന്മാർക്കും എന്തുണ്ട്? ഉത്തരം നൽകുന്ന പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫതഅജ്ജൽ കുല്ലു നബിയ്യിൻ ദഅവതഹു വ ഇന്നി ഇഖ്തബത് ദഅവതി ശഫാഅതി ലി ഉമ്മതി യൗമൽ ഖിയാമ. എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രാർത്ഥനകൾ ദുനിയാവിൽ വെച്ച് തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നാൽ ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ. എൻ്റെ പ്രാർത്ഥന
അന്ത്യനാളിൽ എൻ്റെ സമൂഹത്തിന് വേണ്ടി, അതിൻ്റെ ശുപാർശയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. എൻ്റെ സമൂഹത്തിലെ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അത് ലഭിക്കുന്നതാണെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഏഴാമത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥന നാളെ ഷഫാഅത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള കാരുണ്യം എത്രയാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമുദായത്തിൽ എല്ലാവരും ഹാജരാകുന്ന മഹ്ശറയിൽ, ആ സന്ദർഭത്തിൽ തനിക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് വേണ്ടി എന്താക്കിയിട്ടുണ്ട്? നീട്ടിവെച്ചിട്ടുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രവാചകനുണ്ടായി. ആ സമയത്ത് പോലും പ്രവാചകൻ ആ പ്രാർത്ഥന എന്താക്കിയിട്ടില്ല? ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മോടുള്ള ഇഷ്ടം കൊണ്ട്, നമ്മോടുള്ള കാരുണ്യം കൊണ്ട് അതേ ഉപയോഗിക്കാതെ നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ പ്രവാചകന്മാരുടെ പ്രത്യേകതകളായിക്കൊണ്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് ഇത് കൃത്യമായി മനസ്സിലാക്കി ഇല്ലാത്ത പ്രത്യേകതകൾ കൊണ്ടുവരുമ്പോൾ അത് ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇത്തരം വിശ്വാസങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് പ്രവാചകന്മാരുടെ അവർക്ക് മാത്രമുള്ള പ്രത്യേകതകളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. അന്ന് നമുക്ക് നിശ്ചയിക്കപ്പെട്ടതാണ് എന്ത്? ജുമുഅ എന്ന് പറയുന്നത്. ജുമുഅക്ക് എപ്പോൾ എത്തണമെന്നതിൽ നമുക്കാർക്കും തർക്കങ്ങളില്ല. ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ പള്ളിയിൽ സന്നിഹിതരാകണമെന്നുള്ളതാണ് പ്രവാചകന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ജുമുഅയിലെ അവസാന ഭാഗം നമ്മളൊക്കെ ഒന്ന് വായിക്കണം ശരിക്കും. ആ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം വരെ ഒരു പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയത്ത് വരെ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടി വരണം, ധൃതിപ്പെട്ടുകൊണ്ട് വരണമെന്നുള്ള പദപ്രയോഗം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഹറാം എന്നാണ്. ഹറാം എന്നാണ്, നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരം വൈകുന്നത്? നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഭൗതിക കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇത്ര കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരി സഹോദരന്മാരെ,
നമ്മുടെ നേരം വൈകി വന്ന ആൾക്കാരെ ചീത്ത പറയാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ജുമഅ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ജുമഅ കിട്ടുമോ? ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പായി, ഇമാം കയറുന്നതിന് മുമ്പായി ആരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ടോ അവരെ എല്ലാവരെയും മലക്കുകൾ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ആ റെക്കോർഡ് അടക്കപ്പെടും. പിന്നെ ആ റെക്കോർഡിൽ നമ്മളുടെ പേരുണ്ടാവുകയില്ല. നാളെ പരലോകത്തെത്തുമ്പോൾ ആ റെക്കോർഡിൽ നമ്മളെ പേരില്ലെങ്കിൽ നമുക്ക് ജുമഅ കിട്ടിയോ? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്ന് നേരത്തെ എത്താൻ ശരി, നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഒന്ന് നേരത്തെ എത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പള്ളിയിലേക്ക് നമ്മൾ കയറി വന്ന് ഇരുന്നാൽ, ജുമഅ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് സംസാരത്തിനൊരിടയില്ല. സംസാരിച്ചോ അയാളുടെ ജുമഅ ബാത്തിൽ. അങ്ങനെയാണ് പ്രവാചകന്റെ പ്രയോഗം. ബാത്തിലാണ് എന്നാണ്. പിന്നെ ഒരു ജുമഅ അല്ല എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്തുള്ള ഒരാള് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അരുത് എന്ന് പറയാൻ പോലുള്ള അനുവാദം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പോലും ഇല്ല എന്നാണ്. ഒന്ന് ആംഗ്യം കാട്ടാൻ പോലും മറ്റുള്ള ആളുകളോട് ജുമഅന്റെ നേരത്ത് ഒന്ന് ആംഗ്യം കാട്ടാൻ പോലും അനുവാദമില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത്ര ഇടങ്ങേറായി വന്നിരുന്ന ജുമഅ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളുടെ കൂലി നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്, നസീഹത്ത് മാത്രമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നേരം വൈകി വന്നാൽ അയാൾ എന്തായിരിക്കും ഖുത്ബക്ക് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിക്കൊന്നും ആരും കടന്നു വരണ്ട. ഇന്നെ ബോധിപ്പിക്കാൻ ആരും കടന്നു വരണ്ട. എന്നുവെച്ചാലേ അള്ളാഹുവിനെയാണ് നമുക്ക് ബോധിപ്പിക്കേണ്ടത്, റബ്ബിനെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത്. ആ റബ്ബിൻ്റെ തൃപ്തിയും ബോധവുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ പ്രത്യേകതയായിക്കൊണ്ട് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാം. ഒന്ന്, പ്രവാചകന്മാർ സമ്പത്ത് അനന്തരമാക്കിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ദുനിയാവിൽ നിന്ന് കടന്നു പോകുമ്പോൾ അനന്തരമാക്കിക്കൊണ്ട് പലതും നമ്മൾ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, വിട്ടേച്ചു പോയിട്ടുണ്ട്. എന്നാൽ പ്രവാചകന്മാർ അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ്. പ്രവാചകന്റെ വചനം ഇങ്ങനെയാണ്: ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ ഇന്നമാ വറസുൽ ഇൽമ. തീർച്ചയായും പ്രവാചകന്മാർ ദിർഹമോ ദീനാറോ അനന്തരമാക്കുന്നില്ല, മറിച്ചവർ അനന്തരമാക്കുന്നത് ഇൽമാണ്, അറിവാണ് എന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രവാചകന്മാർ തങ്ങളുടെ സ്വന്തത്തിനായിക്കൊണ്ട് സമ്പാദിക്കാനായി വന്നവരാണോ, അല്ലെങ്കിൽ അവരുടെ പിൻതലമുറകൾക്ക് വേണ്ടി ഒന്നും ഉപയോഗിക്കാതെ മരണപ്പെട്ടു പോയവരാണോ? ഇങ്ങനെ പറയുന്നതിൽ നിന്ന് അള്ളാഹു അവരെ എന്താക്കിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന്, പ്രവാചകന്മാരെല്ലാവരും പുരുഷന്മാരായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു: വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലം നൂഹി. സ്ത്രീകൾ ആരെ ആയിട്ട് പ്രവാചകന്മാരായിട്ട് അയച്ചിട്ടില്ല, പുരുഷന്മാരെ മാത്രമാണ് അള്ളാഹു പ്രവാചകന്മാരായിക്കൊണ്ട് അയച്ചിട്ടുള്ളത്. പത്താമത്തത്, എല്ലാ പ്രവാചകന്മാരുടെയും മതം ഒന്നാണ് എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരുടെയും മതം ഒന്നാണ് എന്നുള്ളതാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ചത് തൗഹീദാണ്, ശിർക്കാണ്, പരലോകമാണ്, നമസ്കാരമാണ്, നോമ്പാണ്, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസങ്ങൾ ഒന്നായിരുന്നു. കർമാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. നമ്മൾ നോൽക്കുന്നത് പോലെയല്ല, നോമ്പ് നോറ്റതുപോലെയല്ല മുൻകാലങ്ങളിലുള്ള ആളുകൾ നോമ്പ് നോറ്റിട്ടുള്ളത്. വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ
വിശ്വാസങ്ങളിൽ ഒരിക്കലും തന്നെ എന്താക്കിയിട്ടില്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാമത്തെ സൂറത്തിലെ 48-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിനക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സമുദായമാക്കിയിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അതേ ആയത്തിൽ പറയുകയുണ്ടായി, നിനക്ക് മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥത്തെയും ശരിവെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ഇത്തരം സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ അഖീദകൾ നമ്മൾ കൃത്യമായി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് വിശ്വാസത്തെ ദൃഢവൽക്കരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ നമ്മളിൽ പലരും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തുകളെ ഹലാലായിട്ടുള്ള സമ്പത്തുകളാക്കിക്കൊണ്ട് മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയായിട്ടുള്ള മക്കളാക്കിക്കൊണ്ട് മാറ്റുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിന് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തെ തൊട്ട്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്, പെട്ടെന്നുള്ള അപകടത്തെ തൊട്ട് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഗസയിലും ഫലസ്തീനിലൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായിട്ടുള്ള കരുത്ത് നൽകി, മനസ്സ് നൽകിക്കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സഹായങ്ങൾ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഷഹീദിൻ്റെ കൂലി നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء من أموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله اللهم صل على محمد.